നമ്മള് റോമാലേഖനം 12 അധ്യായമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ 10-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. മത്തായി 4:4 എന്റെ പരീക്ഷയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ഭക്ഷണം കഴിച്ച് ബലപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന പോലെ തന്നെ നമ്മുടെ ആന്തരിക മനുഷ്യൻ ദൈവജനമാകുന്ന ഭക്ഷണം കഴിച്ചാണ് ബലപ്പെട്ട് ദൈവ വഴിയിൽ നടക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മൾ ദൈവജനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ ഈ മനുഷ്യർ രോഗികളായിരിക്കുമ്പോൾ ഭക്ഷണത്തോട് മടുപ്പുണ്ടാവും, ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാകത്തില്ല. അപ്പൊ നിർബന്ധിച്ച്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കും, കുറച്ചെങ്കിലും. കാരണം കഴിക്കാതിരുന്നാൽ അതിന് അപകടകരമായി തീരും ആ കാര്യം. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ദാഹം ഉണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ദാഹം ഉണ്ടെങ്കിൽ ഈ കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഏതൊരു നിലവാരത്തിൽ നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഒന്നി പഠിക്കുന്ന ഒരു കൊച്ചിനോട് 5 വരെയുള്ള ക്ലാസ്സുകളിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ അതിനാകെ മനസ്സിലാവുന്ന 1-ാം ക്ലാസ്സിലെ സിലബസിൽ പെട്ടതേ മനസ്സിലാവത്തുള്ളൂ, മറ്റൊന്നും അതിന് മനസ്സിലാവത്തില്ല. എന്ന് പറഞ്ഞ ദൈവീക വചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളുമായിരിക്കുമ്പോൾ നമ്മുടെ നിലവാരത്തിനനുസരിച്ചല്ലേ, നമ്മൾ ഏത് തലത്തിൽ പുതുക്കപ്പെട്ടിട്ടുണ്ടോ ആ തലത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, എല്ലാം ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ പിന്നീട് അതിലൂടെ വീണ്ടും കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവി ഒരിക്കൽ കേട്ട കാര്യം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തും. അപ്പൊ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് വരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന 10-ാമത്തെ വാക്യത്തിൽ സഹോദര പ്രതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. ഈ സഹോദര പ്രതിയോടുള്ള ബന്ധത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മളൊരു ശരീരമായിട്ട് പണിയുന്നിടത്ത് ഈ സഹോദര പ്രീതി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്തൊരു പ്രത്യേകത, നമ്മൾ ആത്മാവിലാണ് പണിയപ്പെടുന്നത്. എഫെസ്യൻസ് പറയുന്നുണ്ട്, നമ്മൾ ആത്മാവിൽ ഒന്നിച്ച് പണിത് വരുന്നത്. ഈ സ്നേഹവും പ്രാഥമികമായിട്ട് ദൈവാത്മാവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പുറമെ നമ്മൾ പാടുന്ന ഒരു പാട്ടിൽ ഇങ്ങനെ ഒരു ലൈനുണ്ട്: എന്നിൽ എതിർപ്പുണ്ടെന്നാലും നിൻഹിതത്തിൽ എന്മോദം. റോമർ 7 അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം: ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നു. എങ്കിലും അതിനോട് പോരാടുന്ന മറ്റൊരു ശക്തിയാണ് എൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തില് നമ്മൾ നിരന്തരമായിട്ട് നേരിടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പുറമേ ഉള്ളവൻ ഇതിനോടൊന്നും യോജിക്കത്തില്ല, ഇതിനോട് എതിർപ്പായിരിക്കും. അപ്പൊ സഹോദരപ്രീതിയോടുള്ള ബന്ധത്തിൽ, സഹോദര സ്നേഹത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഉള്ളിൽ ആത്മാവിൽ നമുക്കൊരു സ്നേഹം ഉണ്ടാവും, പക്ഷേ പുറമേ അത് നമുക്ക് അതിനെതിരായിട്ടുള്ളൊരു മനോഭാവം നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ സഹോദരപ്രീതിയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തില് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 34-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 13:34: നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇവിടെ നിങ്ങൾ ഒരേ ഉപദേശം വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് അറിയും എന്നുള്ളതല്ല. നിങ്ങൾക്ക് അന്യോന്യ സ്നേഹം ഉണ്ടെങ്കിൽ, തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സഭയോടുള്ള ബന്ധത്തിൽ, ഒരു ശരീരത്തിന്റെ പണിയിൽ
ഈ ദൈവസ്നേഹമാണ് നമ്മളെ നയിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ആ ദൈവസ്നേഹത്തോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ കാര്യം പറയുന്ന ഒരു കാര്യം നമ്മൾ 12:10 വായിച്ചത്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുകയും. 1 തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലന് അതിന്റെ 4-ാമത്തെ അധ്യായം 1 തെസ്സലോനി 4:9 നമ്മളിങ്ങനെ വായിക്കുന്നു. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:9, സഹോദരപ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കെദോന്യയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. നമ്മുടെ ഈ സ്നേഹം വർദ്ധിച്ചു വരണം. ഇവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് സ്നേഹിക്കണമെന്നുള്ള കാര്യത്തിൽ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൽ തന്നെ. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് നമുക്കൊരു സ്നേഹബന്ധം ഉരുത്തിരിഞ്ഞു വരാൻ ഇടയാകും. അതുപോലെ തന്നെ എബ്രായർ 13:1 നമ്മൾ വായിക്കുമ്പം, എബ്രായ ലേഖനം 13:1 അവിടെ നമ്മൾ ഏതാണ്ട് ഇതിന് സമാനമായ ഒരു കാര്യമാണ് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നത്. സഹോദരപ്രീതി നിലനിൽക്കട്ടെ. 1 പത്രോസ് 1:7 വാക്യത്തിൽ 2 പത്രോസ് 1:7 വാക്യത്തിലും നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ചില കാര്യങ്ങൾ നമുക്കുണ്ടായി വർദ്ധിച്ചു വരണമെന്ന് പറഞ്ഞിട്ട് 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം, ഭക്തിയോടെ സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടെ സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. നമ്മൾ ചെയ്യേണ്ട കാര്യമായിട്ടാണ് പറയുന്നത്. കൂട്ടാൻ പറയുന്നത് നമ്മളോടാ. നമ്മളിത് കൂട്ടുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, അതിന് വിരുദ്ധമായിട്ട് നമ്മളിലുള്ള മനോഭാവങ്ങളെ ശുദ്ധീകരിക്കുന്ന വഴിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് റോമർ 12:10 വാക്യത്തില് രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ. അപ്പം നമ്മളെ തന്നെ ശോധന ചെയ്യുമ്പം പലപ്പോഴും ഈ ബഹുമാനിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മുടെ ജഡം എപ്പോഴും എതിരാണ്. ആത്മാവിന്റെ തലത്തിൽ നമ്മൾ എത്ര ശക്തരാകുന്നു ആ തലത്തിലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു അനുസരണത്തിന്റെ വഴിയിൽ നടക്കാനായിട്ട് കഴിയത്തുള്ളൂ. റോമർ 13 തന്നെ നമ്മൾ അവിടെ പരിശുദ്ധാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 7-ാമത്തെ വാക്യത്തില് 13:7 എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പീൻ, നീതി കൊടുക്കേണ്ടതിന് നികുതി, ചുങ്കം കൊടുക്കേണ്ടതിന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. അപ്പം ഈ ദൈവത്തിന്റെ വചനം നമ്മൾ ശോധന ചെയ്യുമ്പം പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു ആന്തരിക ശുദ്ധീകരണമല്ല ദൈവം ആഗ്രഹിച്ച്, പുറമേയുള്ള ഒരു അനുസരണമായിരുന്നു. പക്ഷെ പുതിയത്തിലേക്ക് വരുമ്പോൾ ആന്തരികമായ ഒരു അനുസരണം അകത്താരംഭിച്ച് അത് പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ ഹൃദയത്തിലുള്ള ശുദ്ധീകരണത്തിന്റെ അനന്തരഫലമായി നമ്മുടെ പ്രവൃത്തിയിലേക്ക് വെളിപ്പെട്ടു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ, ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. നമ്മുടെ ഹൃദയത്തിൽ ആരംഭിച്ചിട്ട് വളർന്ന് പുറത്തേക്ക് വരേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം, പുറമേ ഉള്ളതെന്നല്ല. നമുക്ക് പുറമേ സ്നേഹം അഭിനയിക്കാൻ കഴിയും, ബഹുമാനം അഭിനയിക്കാൻ കഴിയും, പക്ഷെ നമ്മൾ ഉള്ളിൽ ഇതൊന്നും കാണത്തില്ല. അപ്പൊ നമ്മള് ഒരു അധികാരി വരുമ്പോൾ നമ്മുടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഉള്ളിൽ ബഹുമാനം ഉണ്ടായിട്ടൊന്നും അല്ല, അങ്ങനെ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അതെനിക്ക് ദോഷം ചെയ്യില്ലോ എന്ന് ഓർത്ത് നമ്മൾ ഭയപ്പെട്ടിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നത്. പക്ഷെ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യം, യാഥാർത്ഥ്യം, റിയലാണത്, യഥാർത്ഥത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 2:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഫിലിപ്പിയർ 2:3 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും.
ഏക ഐക്യമത്യപ്പെട്ട്, ഈ ഐക്യം വരുന്നത് ആത്മാവിലുള്ള ഒരു ഐക്യതയാണ്. നമ്മളെല്ലാം നമ്മളെ തന്നെ ശോധന ചെയ്താൽ നമ്മൾ അല്ല 1 Corinthians 15 ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, പ്രാകൃതം ആദ്യം വരുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം ഈ പ്രകൃതിയിലുള്ള ഒരു പ്രശ്നമുണ്ട്. നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ടല്ലോ, പ്രകൃതി കൊണ്ട് വികൃതമായ രൂപം മാറുവാൻ. നമ്മുടെ ബാഹ്യമായ പ്രകൃതിയിൽ എപ്പോഴും ദൈവേഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഉയർച്ച നിരന്തരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളത് ആത്മാവിനാൽ അതിനെ പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോസ്തലൻ കൊരിന്ത്യരിൽ പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഇരുന്ന ഏത് ഉയർച്ചയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അപ്പൊ നമ്മുടെ പുറമെ എതിർപ്പുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ കാര്യങ്ങൾ, ദൈവകാര്യങ്ങളിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ ഫിലിപ്പി ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തില് നമ്മൾ തുടർന്ന് വീണ്ടും വായിക്കുന്നുണ്ട്. അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയായതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. നമ്മുടെ ചിന്തകളിലാണ് വിശുദ്ധി ആരംഭിക്കുന്നത്, ചിന്തകളിലാണ് അശുദ്ധി ആരംഭിക്കുന്നത്. കർത്താവ് വിതയ്ക്കുന്നതിന്റെ മുമ്പേ പറഞ്ഞൊരു കാര്യം, വചനം കേട്ടതിന് ശേഷം സംസാരഭോഗം ആ മുള്ളിനിടെ വിതയ്ക്കപ്പെട്ടതിനെ കുറിച്ച്. ഇവ ഉള്ളിൽ കടന്ന് വചനത്തെ നിഷ്ഫലമാക്കുന്നു. ഉള്ളിൽ കടന്ന് നമ്മുടെ ഉള്ളിൽ ചിന്താമണ്ഡലത്തിലാണ് എപ്പോഴും സാത്താൻ ഈ പാപത്തിന്റെ വിത്തുകൾ കൊണ്ടിടുന്നത്. കയ്പിന്റെ, വെറുപ്പിന്റെ, മോഹത്തിന്റെ, പരാതിയുടെ, പിറുപിറുപ്പിന്റെ എല്ലാം വിത്തുകൾ അവിടെ ഇടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, സദൃശവാക്യം 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സകല ജാഗ്രതയോട് നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നല്ലോ ആകുന്നത്. അപ്പൊ നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തില് നമ്മെ തന്നെ ശോധന ചെയ്യണെ കാണാനായിട്ട് കഴിയും. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് നമ്മുടെ ചിന്തകളിലേക്ക് സാത്താൻ പാപത്തിന്റെ ചിന്ത കൊണ്ടിടുന്നത്, അല്ലെ കയ്പിന്റെ, വെറുപ്പിന്റെ. ഇപ്പം കുടുംബത്തിലൊക്കെ ആണേലും ഒരു ചെറിയ കാര്യം മതി, നമ്മൾ വളരെ പെട്ടെന്ന് അസ്വസ്ഥരും കയ്പുള്ളവരും ഒക്കെ ആയിത്തീരും നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ കാരണം കർത്താവ് ഒരു ഉപമ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ തന്റെ വിത്തൊക്കെ വിതച്ചിട്ട് ഉറങ്ങുമ്പോൾ സാത്താൻ കൊണ്ടുവന്ന് കള വിതച്ചു. നമ്മുടെ പലപ്പോഴും ആത്മീയമായ ഒരു ഉറക്കത്തിലായിരിക്കുമ്പോഴാണ്, സുബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കുമ്പോഴാണ് ഈ പാപത്തിന്റെ കളകൾ നമ്മുടെ ചിന്തകളിൽ കൊണ്ട് സാത്താൻ വിതയ്ക്കുന്നു. സാത്താൻ അറിയാം നമ്മൾ ജാഗരൂകരാണെങ്കിൽ ആ കളകൾ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുക, ചിന്തകളെ തിരിച്ചറിഞ്ഞ് നമ്മൾ പോരാടും. പക്ഷെ നമ്മളൊരു പാസീവ്നെസ് അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ, ഒരു തണുത്ത അവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് ഈ പാപത്തോട് പ്രതികരിക്കാൻ കഴിയത്തില്ല. പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനോ അതിനോട് എതിർത്തിരിക്കാനോ കഴിയത്തില്ല. സാധാരണ എപ്പോഴും അതുകൊണ്ട് നമ്മളെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. നമ്മളെപ്പോഴാണ് അങ്ങനെ ഒരു തണുത്ത അവസ്ഥയിലിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ട് തക്കതായ ചില പരീക്ഷകൾ നമ്മുടെ മുമ്പ് കൊണ്ടുവരും. പലപ്പോഴും നമ്മളവിടെ പരാജയപ്പെടുന്ന കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ, ആത്മാവിൽ എരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിപ്പീൻ. ആത്മാവിൽ എരിവുള്ളവരായി. അപ്പൊ നമ്മൾ ആത്മാവിൽ എരിവുള്ളവരാണെങ്കിൽ, സുബോധമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് നമ്മളിത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനോട് പോരാടാനായിട്ട് ഇടയായിത്തീരും. തുടർന്ന് നമ്മൾ 1 പത്രോസ് 2:17 ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. 1 പത്രോസ് 2:17 എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. അവിടെ പറഞ്ഞ എല്ലാവരെയും ബഹുമാനിപ്പീൻ. പലപ്പോഴും നമ്മുടെ ചിന്താഗതിയും മനോഭാവവും അങ്ങനത്തെ ഒന്നല്ല. നമ്മളെ ബഹുമാനിക്കണമെന്ന് ബഹുമാനം അർഹിക്കുന്നവരാണെന്ന് തോന്നുന്നവരെ മാത്രമേ നമ്മൾ ബഹുമാനിക്കാറുള്ളൂ. അതും പുറമേയുള്ള ഒരു ബഹുമാനമായിരിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് എല്ലാവരെയും ബഹുമാനിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ എടുത്തു പറയുന്നുണ്ട്, രാജാവിനെ ബഹുമാനിപ്പീൻ, അല്ലെ അധികാരങ്ങളെ ബഹുമാനിപ്പീൻ.
നമ്മുടെ ജഡത്തിന്റെ പ്രത്യേകത ബഹുമാനമുള്ളതൊന്നല്ല, അത് ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നതല്ല. നമ്മുടെ ആത്മാവിലാണ് ദൈവം ആ ഒരു പ്രക്രിയ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനഃപൂർവ്വമായിട്ട് നാം നമ്മെ തന്നെ അതിന് വിധേയപ്പെടുത്തി കൊടുക്കുന്നിടത്ത് മാത്രമേ നമുക്ക് എല്ലാവരെയും ബഹുമാനിക്കാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ എഫീസിലേക്ക് വായിക്കുന്നുണ്ടല്ലോ, 5-ാം അധ്യായത്തില്, എഫീസർ 5-ല് എഫീസർ 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. നമ്മൾ ഈ ബഹുമാനിക്കുന്നവർക്കേ കീഴ്പ്പെടാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് നമുക്ക് കീഴ്പ്പെടാൻ പറ്റത്തില്ല. ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ സഭാജീവിതത്തില് നമ്മൾ വളരെ പെട്ടെന്ന് ചിലർക്ക് കീഴ്പ്പെടും, കാരണം നമ്മൾ അവരെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ചിലരോട് നമ്മൾ കീഴ്പ്പെടത്തില്ല, കാരണം നമുക്ക് അവരോട് ബഹുമാനമില്ല. ഈ ബഹുമാനം ഉള്ളവർക്കേ നമ്മൾ കീഴ്പ്പെട്ടിരിക്കത്തുള്ളൂ, ബഹുമാനിക്കാത്തവരെ നമ്മൾ കീഴ്പ്പെട്ട് ഇരിക്കത്തില്ല. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന പ്രക്രിയ ആത്മാവിൽ നമ്മളെ ആ ഒരു പുതുക്കത്തിലേക്ക് നയിച്ച് ആ ഒരു കർത്താവിന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിരന്തരം ചെയ്യുന്നത്. ഇവിടെ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുകയും എന്ന് പറയുമ്പം നമ്മൾ മുന്നിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ, ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരിക്കുന്നത്, ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേഴ്സിൽ പറഞ്ഞിരിക്കുന്ന ആൻഡ് ടേക്ക് ഡിലൈറ്റ് ഇൻ ഹോണറിങ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുന്നതിൽ, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക എന്നാണ്. പക്ഷെ നമ്മുടെ ആദാമ്യ നേച്ചറിൽ അങ്ങനൊന്നുമില്ല. പക്ഷെ നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ബഹുമാനിക്കുന്നതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയും. കാരണം നമ്മൾ ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ അതിനകത്തൊരു ആനന്ദമുണ്ട് നമ്മുടെ ഉള്ളിൽ. തുടർന്ന് 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ എരിവുള്ളവരായി. അത് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേഴ്സിൽ ഇങ്ങനെ പറഞ്ഞ്, നെവർ ബി ലേസി ബട്ട് വർക്ക് ഹാർഡ് ആൻഡ് സേർവ് ദ ലോർഡ് enthusiastically. ലേസി ആയിരിക്കല്ലേ, മടിയനായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമുക്കറിയാം, നമുക്കെല്ലാം നമ്മളെ ശോധന ചെയ്താൽ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നമ്മളൊരു ന്യൂസ് വായിക്കുകയോ ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വളരെ സജീവത്വമുള്ളവരായിരിക്കും. പക്ഷെ ദൈവവചനം വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ആ സജീവത്വം പോകുന്ന കാണാൻ കഴിയും. ഒരു കുറച്ചു നേരം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു മടുപ്പ് തോന്നും. നമ്മുടെ മനസ്സിങ്ങനെ അലയുന്നു, പല ചിന്തകളിലേക്ക് പോകുന്നു. ഒരിക്കലും ആരോ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മടിയന്റെ ഹൃദയമാണ് സാത്താന്റെ പണിപ്പുര. നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ മനഃപൂർവ്വമായിട്ട് ശീലിക്കേണ്ട ഈ കാര്യങ്ങളാണ്. ഇവിടെ പറഞ്ഞതിന് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഈ ആത്മാവിൽ എരിവുള്ളവനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എപ്പോഴും സജീവത്വത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലെ അങ്ങനെ ആളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. യോഹന്നാന്റെ സ്നാനത്തെക്കുറിച്ച് അപ്പൊല്ലോസിന് അറിവുള്ളായിരുന്നെങ്കിലും അവൻ യേശുവിനെ കുറിച്ച് ഗ്രഹിച്ചിരുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് പ്രസ്താവിക്കുകയും ഉപദേശിക്കും. ആത്മാവിൽ എരിവുള്ളവനാകിയാൽ. ഇപ്പം നമ്മുടെ ക്രിസ്തീയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്ക് ദൂത് എഴുതുമ്പം അവരോട് പറയുന്നൊരു കാര്യം, ഒന്നുകിൽ നീ ഉഷ്ണവാനായിരിക്കുക അല്ലെങ്കിൽ ശീതവാനായിരിക്കുക. ഈ ശീതോഷ്ണവാനായിരിക്കാതിരിക്കുക.
അപ്പൊ ഈ ഉഷ്ണവനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നല്ല ആത്മാവിൽ എരിവുള്ളവനായിരിക്കുക എപ്പോഴും. നമ്മൾ പൗലോസിന്റെ ജീവിത ശോധന ചെയ്യുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. കർത്താവിനെ കണ്ടതിന് ശേഷം ഒരു ഓട്ടമായിരുന്നു. എല്ലാം മറന്ന് എല്ലാം വിട്ട് ഈ കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്താനായിട്ടുള്ള ആ ഓട്ടം അവസാനിക്കുന്നത് അവന്റെ മരണത്തോടു കൂടിയാണ്. തിരിഞ്ഞു നോക്കാതെ താൻ തന്നെ അതുകൊണ്ട് എഴുതിയ കലപ്പിക്ക് കൈവച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ. നമ്മള് മർക്കോസിനോടുള്ള ബന്ധത്തിൽ അതാണ് പൗലോസും ആയിട്ടൊരു ബർന്നബാസും തമ്മിൽ തർക്കം ഉണ്ടാകാൻ കാര്യം. പ്രതികൂലം കണ്ട് മർക്കോസ് പിന്മാറിപ്പോയത് കൊണ്ട് അടുത്ത മിഷണറി യാത്ര അവനെ കൊണ്ടാൻ പറ്റത്തില്ലെന്നും പൗലോസ് പറയുന്നു. അവന് അവസരം കൊടുക്കണമെന്ന് ബർന്നബാസ് പറയുന്നു. അവർ തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിയുന്നു. ആ എരിവ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമ്മുടെ ഉള്ളില് ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആത്മാവിലുള്ള തീയ്, ഉത്സാഹം, ഉണർവ്, അതിനെ കെടുത്തിക്കളയാനാണ് സാത്താൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാം മനഃപൂർവ്വം വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ആത്മാവിൽ എരിവുണ്ട്, അതൊരു സത്യമാണ്. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ഗത്സമനെ വെച്ച് അപ്പോസ്തലന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന് ശേഷം കർത്താവ് തിരിച്ചു വന്നവർ വീണ്ടും ഉറങ്ങുന്ന കണ്ടാൽ പറഞ്ഞ പ്രസ്താവനയുണ്ട്, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇതുണ്ട്, അതൊരു സത്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ആത്മാവിനെ അനുസരിച്ചല്ല നടക്കുന്നത്. നമ്മൾ ജഡത്തിലേക്ക് ചായുന്നത് കൊണ്ട് നമ്മൾ പലപ്പോഴും ആ തണുപ്പുള്ളവരായിട്ട് പോകാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ജാഗ്രതയുള്ളവരല്ലെങ്കിൽ ഈ ഒരു എരിവിൽ നമുക്ക് വളർന്നു വരാനായിട്ട് കഴിയത്തില്ല. ഒരിക്കൽ കത്തുന്ന ഈ തീയെ കൂടുതൽ ശക്തി പ്രാപിച്ച് അന്ത്യം വരെ അത് കൂടുതൽ ശോഭയോടെ കത്തേണ്ടിയ ഒന്നാണ്. ആന്തരികമായിട്ടും പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്ന ഈ തീയെ നമ്മൾ തെസ്സലോനിക്കയിൽ വായിക്കുന്നു, ആത്മാവിനെ കെടുത്തരുത്. ആത്മാവിൽ എരിവുള്ളവരായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതളവിൽ അനുസരണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അളവിൽ ഈ തീ കൂടുതൽ ശക്തിയോടെ കത്താൻ തുടങ്ങും. നമുക്കറിയാം, 3-4 നല്ല ഉണങ്ങിയ വിറകിന്റെ കൂട്ടത്തില്, അത് കത്തിക്കൊണ്ടിരിക്കുന്ന വിറകിന്റെ കൂട്ടത്തിൽ നമ്മളൊരു പച്ച വിറക് കഷ്ണം വെച്ചാൽ പെട്ടെന്ന് ആ തീയുടെ ശക്തി കുറയാൻ തുടങ്ങും. കുറച്ചു നേരം കഴിയുമ്പോൾ അത് പുകയാൻ തുടങ്ങും. അതേസമയം നമ്മൾ വേറൊരു ഉണങ്ങിയ വിറകൂടെ വെക്കുന്നെങ്കിൽ തീ ഇരട്ടി ശക്തി പ്രാപിക്കും. അപ്പൊ നമ്മളോടുള്ള ബന്ധത്തിൽ അനുസരണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തുമാത്രം ഉത്സാഹമുള്ളവരാണോ ആ അളവിൽ നമ്മുടെ ആത്മാവിൽ എരിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ദാവീദിന്റെ ചരിത്രത്തില് ഗോലിയാത്തിനെ കണ്ടപ്പോൾ ദാവീദിന് എരിവ് കൂടുക ചെയ്ത്. ഇതിന്റെ കാരണം ഒരിക്കലും സിംഹവും കരടിയും വന്നപ്പം യഹോവയുടെ നാമത്തിൽ അതിനെ കീറിക്കളഞ്ഞത് കൊണ്ട് ഈ ഗോലിയാത്തിനെ കണ്ടപ്പോഴും അവന്റെ ഉള്ളിൽ ഒരു തീയാ കത്തുന്നത്, ഒരു വിശ്വാസം വർദ്ധിക്കുകയായിരുന്നു, ഞാൻ ഇവനെയും കൊല്ലും എന്ന് പറഞ്ഞ പോലെ നമ്മളും അനുസരണത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകും തോറും നമുക്ക് കൂടുതൽ ആന്തരികമായ തീ നമ്മുടെ ഉള്ളില് കത്താനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നമുക്കത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ തണുത്തു പോകും. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ ഉണർവും ആ ഉന്മേഷമൊക്കെ നഷ്ടപ്പെട്ട് നമ്മളൊരു കുത്തുവരുത്തക്കാരനായിട്ട് പോകും. പുറമേ ഒരു ഭക്തിയുടെ വേഷം ഉണ്ടാകും ആന്തരികമായിട്ട്, പക്ഷെ ഉള്ളിൽ ആത്മാവിന്റെ തീ കത്തും തോറും നമ്മൾ പുറമേയും അത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പൊ 11-ാമത്തെ വാക്യത്തിൽ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിപ്പീൻ. തുടർന്ന് 12-ാം വാക്യത്തിലേക്ക് വരുമ്പോ ആശയിൽ സന്തോഷിപ്പീൻ. എന്താ നമ്മുടെ ആശ? അല്ലെ, നമ്മളെല്ലാം കാത്തിരിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആശ അത് തന്നെയാണ്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തില് 2-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം, നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുന്നു എന്നൊരു പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അപ്പൊ നമ്മുടെ ആശയിൽ സന്തോഷിക്കാൻ നമ്മുടെ ആശ ഏതാ?
ഈ പോരാട്ടവും കഷ്ടതയും ഞെരുക്കവും അപമാനവും നിന്ദയും പഴിയും ദുഷിയും ഇതിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവ് വരും, അന്ന് ഞാൻ കർത്താവിനെ കാണുന്നത് കൊണ്ട് കർത്താവിനെ പോലെ ഞാൻ ആയിത്തീരും. നമ്മൾ ആ ഒരു ആശയില് ആണ് സന്തോഷിക്കേണ്ടത്. റിജോയ്സിങ് ഇൻ ദ ഹോപ്പ്. അപ്പൊ നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തില് അങ്ങനത്തെ ഒരു ഇതുണ്ടോ? റോമർ 5:2 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവന് ഒരു വിശ്വാസ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നാമും കർത്താവിനെ പോലെ തന്നെ ആകും എന്നുള്ള ഒരു പ്രത്യാശയിലാണ് നമ്മുടെ സന്തോഷം. അതാണ് ഇതെല്ലാം സഹിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. സ്വയത്തിന് മരിക്കാൻ, ദിനംപ്രതി മരണത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ, അവമാനിക്കപ്പെടാൻ, നിന്ദിക്കപ്പെടാൻ, ദുഷിക്കപ്പെടാൻ, പരിഹസിക്കപ്പെടാൻ, തെറ്റിദ്ധരിക്കപ്പെടാൻ, ഇതിനെല്ലാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം നമുക്കുള്ള ഈ പ്രത്യാശയാണ്. അങ്ങനത്തെ ഒരു പ്രത്യാശയിലാണോ നമ്മൾ ജീവിക്കുന്നത്? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. തുടർന്ന് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം ദൈവദേശത്തിന്റെ പ്രത്യാശയിൽ ആശയിൽ സന്തോഷിപ്പീൻ. തുടർന്ന് 13-ൽ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. ഇതിന്റെ കാരണം എന്താ? തുടർന്ന് 5 നമ്മൾ തുടർന്ന് വായിക്കുന്ന കഷ്ട സഹിഷ്ണുതയും സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്ന പറഞ്ഞ് ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രശംസിക്കുകയാണോ അതോ നമ്മൾ പരാതിയും പ്രൂറുപ്പുള്ളവരായിട്ട് തീരുകയാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആത്മാവിൽ എരിവുള്ളവരല്ല നമ്മളെന്നാ കാണിക്കുന്നത്. ആത്മാവിൽ എരിവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കഷ്ടങ്ങളിൽ അവൻ സഹിഷ്ണുതയിലായിരിക്കും ജീവിക്കുന്നത്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിസൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. ഇവിടെ പറഞ്ഞു തുടങ്ങുന്ന ഒരു കാര്യം, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. നമുക്കത് അറിയാം. പത്രോസ് തടവിലായിരുന്നപ്പോൾ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തലന്മാരും പറഞ്ഞു, ഞങ്ങള് പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഉറ്റിരിക്കുന്ന ഒരു ആത്മാവുണ്ടോ? ഇപ്പം പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, നമുക്കത് തെസ്സലോനിക്കയിൽ പറഞ്ഞതിനോട് ചേർത്ത് വായിച്ചാൽ എപ്പോഴും പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം എപ്പോഴും, മനസ്സ് കർത്താവിൽ ആയിരിക്കും എപ്പോഴും ഇരിക്കുന്നത്. ഒരു പ്രാർത്ഥനയുടെ ആത്മാവിൽ നമ്മൾ എപ്പോഴും ജീവിക്കും. കാരണം നമ്മൾ എപ്പോഴും പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നുണ്ട് നമ്മുടെ ചിന്തകളിൽ. നമ്മൾ സുബോധമുള്ളവരാണെങ്കിൽ വളരെ പെട്ടെന്ന് പാപം ചെയ്തു എന്നുള്ള ബോധ്യം നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്താലും പാപം ചെയ്യുന്ന ഒരു ബോധ്യം വരത്തില്ല. അങ്ങനെ നമ്മൾ പാപത്തിൽ തുടരുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെടാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ വിശ്വാസം തണുത്തു പോകും, നമ്മുടെ പ്രത്യാശ തണുത്തു പോകും, നമ്മുടെ ധൈര്യം കെട്ടുപോകും. സാത്താൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിൽ അങ്ങനത്തെ ഒരു മരവിപ്പ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ മരവിപ്പ് കൊണ്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് സാത്താൻ ചെയ്യുന്നത് നമ്മളെ പാപത്തിലേക്ക് നയിക്കും. അന്നേരം നമുക്ക് പാപത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല. നമ്മൾ സുബോധമുള്ളവരാണ്. നമ്മുടെ ചിന്തയിൽ ഒരു പാപത്തിന്റെ ചിന്ത വരുമ്പം തന്നെ നമ്മൾ അതിനെ ഏറ്റുപറയും, അതിനെക്കുറിച്ച് ദുഃഖിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏറ്റുപറയത്തില്ല, ദുഃഖിക്കത്തില്ല. വീണ്ടും അടുത്ത പാപത്തിലേക്ക് പോകും, അതിനടുത്ത പാപത്തിലേക്ക് പോകും. നമ്മുടെ ഹൃദയം കൂടുതൽ കഠിനപ്പെടും. പക്ഷെ നമ്മൾ സുബോധമുള്ളവരാണെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും ഒരു തകർന്ന നിലവാരത്തിലായിരിക്കും. വളരെ പെട്ടെന്ന് നമ്മൾ പാപത്തെ തിരിച്ചറിയുകയും പാപത്തോടെ എതിർത്ത് നിൽക്കുകയും. അപ്പൊ നമ്മൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ഈ സുബോധത്തിന്റെ തലത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം കാണാൻ കഴിയുന്നത്.
കാരണം നിരന്തരമായിട്ട് നമ്മുടെ ചിന്തകളിലേക്ക് സാത്താൻ പാപത്തിന്റെ ചിന്തകൾ ഇടുന്നുണ്ട്. കയ്പിന്റെ, വെറുപ്പിന്റെ, പകയുടെ, മോഹത്തിന്റെ, ധനമോഹത്തിന്റെ, ഈ ലോകത്തോടുള്ള അറ്റാച്ച്മെന്റിന്റെ. പക്ഷെ നമ്മൾ സുബോധമുള്ളവരാണെങ്കിൽ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് എതിർത്ത് നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. തുടർന്ന് പറയുന്നു, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുകയും. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക, അല്ലെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുക എന്നൊക്കെ പറയുമ്പം അല്ലെ നമ്മൾ പ്രത്യേകിച്ച് ഒരു സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടി. ഇപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിയുകയും അവരെ സഹായിക്കുകയും ചെയ്യും. ആശിരി കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്, ലോകത്തിലുള്ള കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആത്മീയ കുടുംബം അല്ലെ സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് അവരുടെ ആവശ്യങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അത് കഴിയുന്നില്ലെങ്കിൽ അത് കാണിക്കുന്ന നമ്മുടെ ഉള്ളിൽ ഒരു ശരീരത്തിൻ്റെതായ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ലെന്നുള്ളതാണ്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗ്രഹിക്കും. ഒരിക്കൽ സാഗ്രൂർ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ ഓർക്കുകയായിരുന്നു. ഒരിക്കലൊരു ഡിസംബറിൽ നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ബ്രദർ കമ്പിളിയൊക്കെ പൊതിച്ച് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ബ്രദറിന്റെ മനസ്സിലൊരു ചിന്ത വന്നു, ചർച്ചിലുള്ള ആരെങ്കിലും കമ്പിളി ഇല്ലാത്തവരുണ്ടോ? ബ്രദറിന് അറിയില്ല. അപ്പം ബ്രദറിന് അങ്ങനെ ചിന്ത വന്നു. പക്ഷെ താൻ വളരെ സുഖമായിട്ട് കമ്പിളിയൊക്കെ പൊതിച്ച് തണുപ്പിനെ പ്രതിരോധിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് സൗരന്മാരെ കുറിച്ചൊരു ചിന്ത വന്നു. ഒരു ശരീരമായിട്ട് പണിയപ്പെടുന്നിടത്ത് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ പല തലങ്ങളെയും പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരും. അവർ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ആ നിലയിൽ ഒരു ശരീരമാകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ എവിടെ കൊതു കടിച്ച് ചൊറിയുന്ന ഉടനെ തലയിൽ നിന്ന് കൈക്ക് നിർദ്ദേശം പോയി അവിടെ ചൊറിയാൻ പറയാം. കൈ വെട്ടുന്ന നമ്മുടെ ചൊറിയും. ആ നിർദ്ദേശം തലയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ തലയുമായിട്ട് സജീവ ബന്ധമുണ്ടെങ്കിൽ നമുക്കും അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് കാണിക്കുന്നത് നമുക്ക് തലയുമായുള്ള ബന്ധം വളരെ കുറവാന്നുള്ളതാണ്. ഇപ്പൊ ഒരു സ്ട്രോക്ക് വന്ന് ഒരു വശം തടഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് സംഭവിക്കുന്ന ഒരു കാര്യം ഒരു മരവിപ്പാണ്. വേദന അറിയില്ല, സെൻസേഷൻ നഷ്ടപ്പെടും. നമ്മളോടുള്ള ബന്ധത്തിലും ഈ തലയുമായുള്ള ഒരു ബന്ധം, പ്രത്യേകിച്ച് ആത്മീയ ആയിട്ട് ആ ബന്ധത്തോടുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സെൻസേഷൻ കൂടിക്കൂടിയാ വരിക. ആദ്യം ഒരു കുഞ്ഞിനെ പോലാണ്, ആദ്യം കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെ കുഞ്ഞു വളരും തോറും അത് കാര്യങ്ങൾ തിരിച്ചറിയുന്ന പോലെ നമ്മളും തലയുമായുള്ള ബന്ധം വർദ്ധിച്ചു വരുന്തോറുമാണ് നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് അവയവങ്ങളുടെ ആവശ്യങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വരുന്നത്. ഇല്ലേ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുപോലെ ശരീരത്തിന്റെ ഒരു ആത്മാവ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമുക്ക് തന്ന സഹോദരവർഗത്തോടുള്ള ബന്ധത്തിൽ അവർക്കൊരു വീഴ്ച വരുമ്പോൾ നമ്മൾ ഒരിക്കലും സന്തോഷിക്കത്തില്ല. നമ്മളാരും പുറമേ സന്തോഷിക്കത്തില്ല, ഉള്ളിൽ ചിന്തയില് എന്താ നമ്മൾ ചിന്തിക്കുന്നത്? അയ്യോ കർത്താവേ, അവനങ്ങനെ സംഭവിച്ചെന്നാണോ, അതോ ഒരു കുഴപ്പമില്ല അങ്ങനെ വേണമായിരുന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? അത് കാണിക്കുന്ന തലയുമായിട്ടൊരു സജീവ ബന്ധത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെന്ന്. തലയുമായിട്ടൊരു സജീവ ബന്ധത്തിലാണെങ്കിൽ നമ്മള് പല സ്ഥലത്തും വായിക്കുന്നുണ്ട്, ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്. ഇത് നമ്മുടെ ശത്രുവല്ല, നമ്മുടെ സഹോദരൻ വീഴുമ്പോൾ പോലും നമുക്ക് സന്തോഷം വരികയാണെങ്കിൽ നമുക്ക് തലയുമായുള്ള ബന്ധം എത്ര കുറവാണെന്നാണ് അത് കാണിക്കുന്നത്. അവർക്കൊരാവശ്യം വരുമ്പോൾ, അവർ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ, അവർ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് തലയുമായുള്ള ബന്ധം വളരെ കുറവാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മുടെ തലയുമായിട്ട് ബന്ധപ്പെടുന്ന ഞരമ്പുകൾക്ക് എവിടെയൊക്കെയോ ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് മാറിയാലേ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയത്തുള്ളൂ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുകയും. നമ്മളെല്ലാവരും ഒക്കെ പല സമയത്തും ചെയ്യുന്നതാണ്. നമ്മൾ അതിഥി സൽക്കാരം ആചരിക്കുന്ന ഏത് മനോഭാവത്തോടെയാണെന്നുള്ളതാണ് ഒരു പ്രശ്നം. 1 പത്രോസ് ലേഖനം 4-ാം അധ്യായത്തില് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 4:8 സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പീൻ,
സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിൽ പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. നമുക്കറിയാം അബ്രഹാമിന്റെ ഒരു മനോഭാവം, ഒരു സ്വഭാവം നമുക്ക് കാണാം. ആരേലും വീട്ടിൽ വന്ന ഉടനെ അവരെ സ്വീകരിച്ച് ഒരു വലിയ വിരുന്നൊരുക്കി കൊടുക്കുമായിരുന്നു അവർക്ക്. അപ്പൊ അബ്രഹാമിന്റെ കൂടെ നടന്നതിന്റെ അനന്തരഫലമായിട്ട് ലോകത്തിനും ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് പട്ടണവാതിലെത്തിയ രണ്ട് ദൂതന്മാരെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ ഒരുക്കിയത്. അത് ന്യായപ്രമാണത്തിനൊക്കെ മുമ്പാണ്. അത് ദൈവത്തിന്റെ ഒരു മനോഭാവത്തെ അത് കാണിക്കുന്നു. നമ്മള് കർത്താവ് തന്നെ പറഞ്ഞു, അവൻ നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴയെ പെയ്യുകയും തന്നെ സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവം എപ്പോഴും മനുഷ്യനോടുള്ള ബന്ധത്തിൽ ആ നിലയിൽ ഇടപെടുന്നത്. ഇപ്പൊ നമ്മൾ ദൈവമക്കളായി തീരുമ്പം നമുക്കും അങ്ങനത്തെ ഒരു സ്വഭാവത്തിലേക്കാണ് ദൈവം നയിക്കുന്നത് നമ്മളെ. എബ്രായർ 13 നമുക്ക് ഈ കാര്യം വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. എബ്രായർ 13:1 സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അവിടെ തുടങ്ങുന്നത് സഹോദരപ്രീതി, സഹോദരനോടുള്ള സ്നേഹം നിലനിൽക്കട്ടെ. അതൊരു ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് അവിടെ ഉണ്ടാവണം. സഹോദരപ്രീതി എന്ന് പറയുന്നത് അത് വന്നു പോകുന്ന ഒന്നല്ല, സ്ഥിരതയുള്ള ഒന്നായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അതിഥി സൽക്കാരം മറക്കരുത്. ഇവിടെ റോമാലേഖനത്തിൽ അത് തന്നെയാ പറയുന്നത്. നമ്മൾ വായിച്ച 13-ാം അധ്യായത്തിൽ അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പത്രോസിലേക്ക് വരുമ്പോൾ പറയുന്നത് പിറുപിറുപ്പ് കൂടാതെ. കൊടുക്കുന്നതിനെ കുറിച്ച് കോരിന്ത്യർ പറയുമ്പോഴും പറയുന്നുണ്ട്, സന്തോഷത്തോടെ കൊടുക്കണം. അപ്പൊ നമുക്ക് അല്പമേ ഉള്ളെങ്കിൽ അത് കൊടുക്കുമ്പം നമ്മള് അത് സൽക്കാരം ആചരിക്കുമ്പോൾ നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നോണ്ടാണേലും നമുക്കൊരു സന്തോഷത്തോടെ ആയിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടി. നമ്മൾ അങ്ങനാണോ അതോ പിറുപിറുപ്പോട് കൂടിയാണോ? ഒരു സഹോദരൻ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ അകത്തെ ചിന്ത സന്തോഷമാണോ, കുടുങ്ങിയല്ലോ എന്നുള്ളൊരു ചിന്തയാണ്? ചിലപ്പോൾ നമ്മൾ പല തിരക്കിലൊക്കെ ആയിരിക്കാം, പക്ഷെ എങ്കിലും ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മനോഭാവമാണ്. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ചർച്ചിലുള്ള ഒരു സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊക്കെ വല്ലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വരണം, നിങ്ങൾക്ക് ഭക്ഷണം തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. സാധാരണ നമ്മളാണ് എന്താ ചിന്തിക്കുക, പരമാവധി ആയിരിക്കും വരണ്ട. പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. ഇതിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവാകട്ടോ. നമ്മളുടെ നാച്ചുറലായിട്ട് നമ്മളുള്ള ഇതൊന്നും അല്ല, ഇതിന് വിരുദ്ധമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ദൈവാത്മാവിനെ നിറയപ്പെടുമ്പം നമ്മുടെ ഉള്ളില് നമ്മുടെ മനോഭാവങ്ങൾക്ക് ആറ്റിറ്റ്യൂഡൊക്കെ മാറാൻ തുടങ്ങും. നമുക്ക് ഭാരമായിരുന്നു ഒരിക്കൽ തോന്നിയതല്ലേ ഇന്ന് നമുക്ക് സന്തോഷമുള്ളതായിത്തീരും. അല്ലെ, നമ്മൾ പലപ്പോഴും ഇനിയും വരണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കിയാണോ പറയുന്നത്, അതോ നമ്മുടെ ഉള്ളിലെ ചിന്തതിന് വിരുദ്ധമാണ്? സോര ഇനിയും വരണം കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കിയാണോ നമ്മൾ പറയുന്നത്, അതോ നമ്മുടെ ഉള്ളിലെ ചിന്ത ഇനി സോരം വരാതിരുന്നത് നന്നായിരുന്നതാണ്? അത് കാണിക്കുന്നത് നമ്മൾ മുകളിൽ തുടങ്ങുമ്പം 9-ാം വാക്യം നമ്മളിങ്ങനെ വായിച്ചല്ലോ, സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഇനിയും വരണമെന്ന് പറയുമ്പോൾ ശരിക്കും അർത്ഥമാക്കി തന്നെ വേണം പറയാൻ. അതോ നമ്മൾ വരണമെന്നൊക്കെ പുറമേ പറയുകയും ഉള്ളിൽ വരാതിരുന്നാൽ നന്നായിരുന്നു ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ റൂട്ട് വിട്ടാ നടക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതെല്ലാം ഒരു ശരീരത്തോടുള്ള ബന്ധത്തിലാണ് ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത്. നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ സ്നേഹിക്കുന്നവരെ വീണ്ടും വീണ്ടും നമ്മുടെ വീട്ടിൽ വരാൻ നമുക്ക് സന്തോഷമാണ്. നമുക്ക് സ്നേഹമില്ലാത്തവരാണെങ്കിൽ ഒരു വരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്, നമുക്കൊരു വീർപ്പുമുട്ടാണ്, നമുക്ക് സന്തോഷമൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ശരിക്കും സ്നേഹം നിർവ്യാജമാണെങ്കിൽ അതിനോടനുബന്ധിച്ച ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉള്ളില് സംഭവിക്കേണ്ടിയാണ്. അപ്പൊ ഇത് രാത്രി നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം സൗരന്മാരെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. അപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഇതിന്റെ അനുസരണമാണ് നമ്മളെ വ്യത്യസ്തരാക്കി തീർക്കുന്ന ഒരു കാര്യം.
റോമാലയം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ന്യായപ്രമാണം കേൾക്കുന്നവനല്ല, ന്യായപ്രമാണം ആചരിക്കുന്നവനത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ബാഹ്യതലത്തിൽ ഇതിനോട് എതിർപ്പാണല്ലോ. ദൈവത്തിന്റെ റോമർ 8:6 നമ്മൾ വായിക്കുന്നുണ്ട്, 6-7 വാക്യങ്ങളിൽ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്കെതിരാ നമ്മുടെ. പക്ഷെ അവിടെയും നമ്മൾ ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജഡത്തിലാണെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങൾ ജഡത്തിൽ വസിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഈ ജഡത്തിൽ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ഉയർച്ചയുടെ എപ്പോഴും ഉള്ളത്. നമ്മൾ ആത്മശക്തിയോട് ചെയ്യുന്നൊരു കാര്യം അതിനെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുക. നമ്മുടെ ഉള്ളിൽ അതിഥികൾ, നമ്മുടെ ജഡത്തിൽ അതിഥി വരുന്നത് നമുക്ക് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ ആത്മാവിൽ ആ ഇഷ്ടത്തെ അതിജീവിച്ചിട്ട് ദൈവേഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ വഴിയെ നമ്മൾ നടക്കും തോറും നമ്മൾ ആത്മാവിൽ കൂടുതൽ കൂടുതൽ ബലമുള്ളവരായി തീർന്നുകൊണ്ടേയിരിക്കും, ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മൾ വീഴാറുണ്ട്. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കും വീഴുന്ന പോലെ ചില സമയത്ത് നമ്മുടെ ഫീലിങ്ങിനെ നമ്മൾ ആശ്രയിക്കുമ്പം നമുക്ക് സന്തോഷമൊന്നും തോന്നത്തില്ല. പക്ഷെ നമ്മൾ ഫീലിങ്ങിലല്ല ജീവിക്കുന്നത്. ഒരു കാലത്ത് നമ്മൾ അങ്ങനെ ആയിരുന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും അനുസരണമായി ചെയ്തുകൊണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ആത്മാവിനെ അനുസരിച്ചാണ് നടക്കുന്നത്. റോമർ 8:14 ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ ആത്മാവ് നമ്മളെ നടത്തുന്നുണ്ട്. ആത്മാവിന്റെ ശബ്ദം കേൾക്കുകയും ആത്മാവ് പറയും നമ്മൾ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നവരും നമ്മൾ കൂടുതൽ 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 ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരുക. നമ്മുടെ നേച്ചറായിട്ട് മാറും. ആദ്യം നമുക്കറിയാം, എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ കളരിക്കാലം ഓർക്കുന്നുണ്ട്. ഈ ആശാന്മാരെ മണലിൽ എഴുത്ത് പഠിപ്പിക്കുമ്പോൾ ഇത് എഴുതിയ എത്ര എഴുതിയാലും ശരിയാകത്തില്ല. അപ്പൊ ഈ വിരലിങ്ങോട്ട് പിടിച്ച മണലിൽ ഉരച്ചെഴുതിക്കാന്ന് ചോരയൊക്കെ വരും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ തുടങ്ങും. വളരെ പെട്ടെന്ന്. അപ്പൊ ആ തുടക്കം പലപ്പോഴും ഒരു ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. നമ്മുടെ അങ്ങനെ തന്നെയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ഇച്ചിരി വിഷമായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ആ വഴിയിൽ സ്ഥിരതയോടെ നിൽക്കുന്നിടത്ത് നമ്മുടെ ആ വിഷമമൊക്കെ മാറിയിട്ട് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് തീരും. ഒരു സഹോദരൻ കടന്നു വരുന്നത് കാണുമ്പോൾ നമുക്ക് ആത്മാവിൽ ആനന്ദം തോന്നും. നമ്മൾ വളരും തോറും ആ ആത്മാവിലുള്ള ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ എങ്ങനെ നിൽക്കുന്നു, നമ്മളെ തന്നെ നമ്മുടെ അവസ്ഥ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചെല്ലാൻ പറ്റിയൊരു സ്ഥാനമേ ഉള്ളൂ, കർത്താവിൻ്റെ അടുക്കിലേക്ക് തന്നെ. നമുക്ക് പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. കർത്താവിനോട് പറയുള്ള കാര്യം പറയാം. കർത്താവ്, ഇതൊന്നും എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. എനിക്ക് വചനത്തിനുള്ള ദാഹമൊന്നുമില്ല, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവ്. നീ എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്താനായിട്ട് നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനത്തിൽ വായിക്കുന്ന പോലെ തന്നെ, അല്ല ഞാൻ കേൾക്കുന്ന പോലെ തന്നെ ആ നിലയിലുള്ള ഒരു മനുഷ്യനായിട്ട് എന്നെ തീർക്കാനായിട്ട് നിന്നെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ളൊരു അംഗീകാരത്തോടെ, സമർപ്പണത്തോടെ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സഹായിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് 6-ാം അധ്യായത്തിലെ കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അപ്പൊ നമ്മൾ പരമാർത്ഥ ഹൃദയത്തിൽ ചെന്നാൽ മതി. ഉള്ള അവസ്ഥയിൽ സത്യസന്ധരായിട്ട്, കർത്താവ്, എനിക്ക് വചനത്തോട് താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, അതിഥികൾ വരുന്ന താല്പര്യമില്ല, പക്ഷെ നിന്റെ വചനം എന്നോട് ഇങ്ങനെയൊക്കെ ആയിരിക്കാൻ പറയുന്നത് കൊണ്ട് നിനക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ രൂപാന്തരപ്പെടുത്തി നിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി തീർക്കാനായിട്ട് കഴിയുമല്ലോ കർത്താവ്. അതുകൊണ്ട് ഞാനിതാ നിങ്കിലേക്ക് വരുന്നു, നീ എന്നെ സഹായിക്കണം എന്നുള്ള നിലവിളിയുമായിട്ട് നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അടികളെ നിറച്ച് അവിടുത്തെ ചട്ടങ്ങളിൽ ഞങ്ങളെ നടക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വാഗ്ദത്ത നാളുള്ള കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകർന്ന് എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ നടക്കുമാറാക്കാമെന്നുള്ള അവിടുത്തെ വാഗ്ദത്തം. ഈ രാത്രി അവിടുത്തെ മുഖത്തേക്ക് അടികൾ നോക്കുമ്പോൾ അടികളുടെ ഉള്ളിൽ ഇതിനോട് എതിർപ്പുണ്ടെന്ന് സമ്മതിക്കുന്നു പിതാവേ. പക്ഷേ എങ്കിലും ആത്മാവിൽ അടികൾ അങ്ങേ അന്വേഷിക്കുന്നു.
ഈ സത്യത്തിനായിട്ടുള്ള ദാഹത്താൽ അടികളെ ഹൃദയങ്ങളെ നിറയ്ക്കണം, വിശ്വാസം നൽകണം. അവിടുത്തെ വചനം എല്ലാം അനുസരിക്കാനുള്ള വിശ്വാസം നൽകിയ അടികളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കത് കഴിയുമല്ലോ കർത്താവെ. ഒന്നുമില്ലായിൽ നിന്ന് സകലത്തെ അവിടുത്തെ വചനത്താൽ ഉളവാക്കിയ ആ വചനം ഈ രാത്രി അടികളെ ഹൃദയങ്ങളിൽ അയച്ച് പരിവർത്തിച്ചടികളെ പുതുക്കി മനോഹരമാക്കി തീർത്ത് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന അങ്ങേ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിച്ച് അവിടുത്തെ വരവുകൾ ചൂടാത്ത മൂത്തടങ്ങി എതിരേൽപ്പാൻ തക്കവണ്ണം അടികളെ തന്നെ ഇവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. അങ്ങ് രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണല്ലോ, അങ്ങ് പണിയുന്ന ദൈവമാണല്ലോ, കേടുപോകുന്ന ദൈവമാണല്ലോ കർത്താവെ. അടികളുടെ ജീവിതത്തിലെ പ്രവൃത്തികളെല്ലാം ചെയ്ത് അങ്ങേക്ക് കൊള്ളാവുന്നതിനായിട്ട് അടികളെ ഓരോരുത്തരെയും നിർത്തണമെന്ന് അടികൾ എന്നോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനമെല്ലാം വിശ്വാസമായിട്ട് പരിണമിക്കത്തക്കവണ്ണം പരിശുദ്ധാത്മാവുടെ ഹൃദയങ്ങളിൽ ശക്തിയോടെ പരിവർത്തിക്കണമെന്ന് അടികൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേടുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന പിതാവേ.